അവസാനം എത്തി നിൽക്കുന്ന സമയമാണ്. നാളെ ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി ജലോത്സവത്തോടെ ഏകദേശം ഓണാഘോഷങ്ങളുടെ സമാപനമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ബഹുമാന്യരായ പ്രസിഡന്റും അംഗവും ഇവിടെ എത്താമെന്ന് നമ്മളോട് സമ്മതിച്ചിരുന്നതാണ്. പക്ഷെ അപ്പോൾ തന്നെ അവരൊരു മുൻകൂട്ടിയൊരിത് പറഞ്ഞിരുന്നു. അയ്യപ്പ സംഗമത്തിൻ്റെ തിരക്ക് പിടിച്ച് നടക്കുന്ന സമയമായതുകൊണ്ട് അവർ മുൻകൂട്ടി നിശ്ചയിക്കാത്ത വിധം പല പ്രോഗ്രാമുകളും പെട്ടെന്ന് കടന്നു വരുന്നുണ്ട്. ഇന്ന് വിശേഷപ്പെട്ട 2 യോഗങ്ങൾ ഇന്ന് അതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് എത്താൻ സാധിക്കാതിരുന്നത്. എങ്കിലും അവർക്ക് നമ്മുടെ എല്ലാ ആശംസകളും നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ആ നിലയിൽ നമ്മളിന്ന് യോഗം ആരംഭിക്കുകയാണ്. നമ്മൾ അതിന് മുമ്പ് തന്നെ നിശ്ചയിച്ചിരുന്നത് നമ്മുടെ സംസ്ഥാന അധ്യക്ഷനെ ഉദ്ഘാടകനാക്കിക്കൊണ്ട് തന്നെ യോഗം നടത്താനാണ് ആദ്യം തീരുമാനിച്ചത്. ഏതായാലും നമ്മൾ ആദ്യം നിശ്ചയിച്ചതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് വൈക്കത്തപ്പനെ നിശ്ചയിച്ചത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇന്ന് യോഗം ആരംഭിക്കുകയാണ്. ഏതായാലും ഓണ സംഗമം നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ തന്നെ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ട് പോരുകയാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിനും നമ്മുടെ ഇടതുപക്ഷത്തിന്റെ പിന്തുടർന്നു പോകുന്ന നമ്മുടെ ദേവസ്വം ബോർഡിനും നമ്മൾ അഗൈതവമായി നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 250 രൂപയാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും ഇതൊരു വലിയ തുകയാണ്. നമ്മൾ ഇത്രയും ബൃഹത്തായിട്ടുള്ള ഈ ഓരോ പെൻഷൻകാർക്കും 250 രൂപ വെച്ച് കിട്ടുന്നത് കാര്യം അതൊരു വലിയ ശ്രേയസ്കരമായ കാര്യം. അതുകൂടാതെ തന്നെ നമുക്ക് ഒരു ഗഡു DA കൂടി നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ പ്രഖ്യാപിക്കുന്നതോടെ തന്നെ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് നിങ്ങൾക്കൊക്കെ തന്നെയാണ്. എന്നോടൊപ്പം ഈ സംഘടന എന്ന് പറയുമ്പോൾ പെൻഷൻ കോർപ്പറേഷൻ അല്ല, ദേവസ്വം ബോർഡിൽ നിന്ന് അംഗീകരിക്കപ്പെട്ട എംപ്ലോയീസ് കോൺഫെഡറേഷൻ, ഇന്ന് കൃഷ്ണകുമാറും സജീവൊക്കെ നേതൃത്വം കൊടുക്കുന്നു. ആ സംഘടന അത് വളർത്തിയെടുക്കുവാനും ജീവനക്കാരുടെ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ നേടിയെടുക്കുവാനും കഴിഞ്ഞ കാലങ്ങളിൽ പല കാറ്റഗറി വ്യത്യാസമായി നിന്ന് പരസ്പരം തല്ലിയവരെ പുറത്തിറക്കി ഒറ്റ ഒഴിപ്പീടിൽ കൊണ്ടുപോകുവാനും സർക്കാർ മേഖലയിൽ പണിയെടുക്കുന്ന ജീവനക്കാർ ആനുകൂല്യങ്ങൾ വാങ്ങുമ്പോൾ അതുപോലെ തന്നെയുള്ള ആനുകൂല്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് വാങ്ങുവാനും ഞാൻ പറയുന്നത് അന്നത്തെ പെൻഷനില്ല, അന്നത്തെ ജീവനക്കാരാണ് നമ്മളൊക്കെ. ആശ്രിത നിയമനം ദേവസ്വം ബോർഡ് നടപ്പിലാക്കുവാനും ക്ഷേത്രകലാപീഠത്തിൽ പഠിച്ച് പാസ്സായി നിൽക്കുന്ന സീനിയറായിട്ടുള്ളവർക്ക് നിയമനം നൽകുവാനും ഒക്കെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് അതിന് നേതൃത്വം കൊടുത്ത സംഘടനാ നേതാക്കന്മാരാണ് നമ്മളൊക്കെ തന്നെ. അതിന്റെ ഫ്രണ്ടിൽ നിങ്ങളോടൊപ്പം ഞാനും നിന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സംഘടനയും ഇപ്പോൾ നമ്മുടെ സംഘടനയും തമ്മിൽ ഒന്ന് തുലനം ചെയ്ത് നോക്കണം. വൈക്കം ഗ്രൂപ്പിനെ മാത്രമാണ്. വൈക്കം ഗ്രൂപ്പ് വളർച്ചയുണ്ട്. ഭയങ്കരമായ വളർച്ചയും അസുഖകരമായ വളർച്ചയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വൈക്കം ഗ്രൂപ്പിൽ നമ്മുടെ സംഘടനയ്ക്കുണ്ട്. മറ്റു പലയിടത്തും നമ്മുടെ സംഘടന സൃഷ്ടിച്ചു വരുന്ന സാഹചര്യത്തിൽ നിന്നും മാറി സംഘടന വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാണ്. ഞങ്ങൾ എല്ലാ ഭാഗത്തും പോകുന്ന ആളുകളായിട്ട് എന്തുകൊണ്ടാണ് ഈ മാറ്റം സംഭവിക്കുന്നത് എന്ന് ആമുഖമായി തന്നെ സൂചിപ്പിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പെൻഷൻകാരെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ശക്തമായി ബോർഡിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് അതിന് ഉചിതമായ തീരുമാനങ്ങൾ ഏറ്റുവാങ്ങി അത് നമുക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും. ഈ വർഷത്തെ തിരുവോണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം വലിയ അലയില്ലാതെ മുന്നോട്ട് പോകും. പറയാൻ കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പെൻഷൻകാർക്ക് കിട്ടാനുള്ള ചില ആനുകൂല്യങ്ങൾ ഓണത്തിന് മുന്നേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുവദിച്ചു കഴിഞ്ഞു. മാർച്ച് 2017 മുന്നേ പെൻഷനായ ഫാമിലി പെൻഷൻകാരുടെ പെൻഷൻ വർധന കഴിഞ്ഞ 2 ആഴ്ചയിലാണ് ആ വർധന നൽകിയത്. അതുപോലെ തന്നെ വളരെ നാമമാത്രമായ ഫാമിലി പെൻഷൻ, എസ് രാഷ്ട്രീയ പെൻഷൻ വാങ്ങിക്കുന്ന പെൻഷനർക്കൊക്കെ തന്നെ വലിയ തോതിലുള്ള വർധനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവ് നടപ്പിലാക്കിയിട്ടുള്ളത്.
വാദ്യകലകളുടെ മാഹാത്മ്യവും മഹിമയും മനസ്സിലാക്കിയിരുന്ന പഴയ ഉന്നതനായ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉപേന്ദ്രനാഥ് സാറ് സ്ഥാപിച്ചതാണ് ഈ സ്ഥാപനം. പക്ഷേ അതിൻ്റേതായ രീതിയിലുള്ള പ്രവർത്തന മാഹാത്മ്യവും മഹിമയും ആ സ്ഥാപനത്തിന് പല പ്രാവശ്യവും കിട്ടിയിരുന്നില്ല. കാരണം അവിടെ പഠിച്ചിറക്കുന്നവർക്ക് മറ്റ് സാധാരണ ഉള്ള കുട്ടികൾക്ക് ജോലി കിട്ടുന്നത് പോലെ അപേക്ഷ കൊടുക്കുക, ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക, ജോലി കിട്ടുക, ആ രീതിയിലായിരുന്നു. പക്ഷേ ഞാൻ അതിൽ വളരെ ശക്തമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചു. അതിൻ്റെ പിന്നിൽ ഷായിസം വേണമെന്നുള്ളത് ഞാൻ പറയാമെന്ന് എനിക്കറിയാം. 2006 വരെയുള്ള ഒരു സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കാൻ ദേവസ്വം ബോർഡ് കർശനമായി നിർദ്ദേശിച്ചു. അതനുസരിച്ച് 2006 വരെയുള്ള അവിടെ പഠിച്ചിറങ്ങിയവർക്കെല്ലാം തന്നെ ദേവസ്വം ബോർഡിൽ ജോലി കിട്ടി. നമ്മൾ ജീവനക്കാരെ രണ്ട് രീതിയിൽ ഇതുവരെ സർവീസ് സംഘടന കണ്ടിട്ടുമില്ല, കാണത്തുമില്ല. അതിലൊരു ഉദാഹരണമാണ് വൈക്കത്തെ പെൻഷൻ സംഘടനയുടെ ഏറ്റവും വലിയ കൂട്ടായ്മയും എല്ലാ പരിപാടിയും പെൻഷൻകാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. എല്ലാവിധ ഓണാശംസകൾക്കും പിന്നെ സംഘടന രണ്ട് രീതിയിൽ പറയുന്നത് ഒരു ഇത് പറഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഓണാഘോഷം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളിത് ഇവിടെ കൊണ്ടാടുന്നത്. തീർച്ചയായും ഈ ഓണനാളുകൾ പോലെ തന്നെ എല്ലാ ദിവസവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പെൻഷൻകാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മുഴുവൻ പേർക്കും എല്ലാ ദിവസവും ഓണം പോലെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമര പരിപാടികളും അതിൻ്റെ പ്രവർത്തന രീതികളും നടപ്പിലാക്കിക്കൊണ്ട് മുന്നേറുന്ന ഈ നമ്മുടെ ദേവസ്വം പെൻഷനേഴ്സ് കോൺഫെഡറേഷൻ്റെ സംസ്ഥാന നേതൃത്വത്തെ ഗ്രൂപ്പ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ടും ഇങ്ങനെ ഒരു ഓണാഘോഷം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ച പെൻഷനേഴ്സ് കോൺഫെഡറേഷൻ്റെ വൈക്കം ഗ്രൂപ്പ് കമ്മിറ്റിക്ക് ഇതിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പെൻഷൻ സംഘടനയുടെ കൂട്ടായ്മയായിട്ടുള്ള ഓണാഘോഷത്തിന് ഏറ്റുമാനൂർ പെൻഷൻ സംഘടനയുടെ ആശംസകൾ നേരുന്നതോടൊപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓണത്തിന് നമ്മൾ വളരെ ആഘോഷപൂർവ്വമായിട്ട് നമ്മൾ കൊണ്ടാടുന്ന ഈ വേളയിൽ നമ്മളുടെ പെൻഷൻ സംഘടനയ്ക്കും ഇതിൽ ഒരു ആഘോഷം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് നമ്മളെല്ലാവരെയും ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും ഒറ്റവാക്കി എൻ്റെ പേരിലും ഞാൻ പ്രതിദാനം ചെയ്യുന്ന മറന്നിട്ട് പഞ്ചായത്തിൻ്റെ പേരിലും ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. നമുക്കറിയാം, സംഘടിതമായെങ്കിൽ മാത്രമേ നമുക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ക്ഷേത്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കൊക്കെ ഒരു ഓണ നാളെന്ന പോലെ തന്നെ സന്തോഷകരമായ ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കലാപീഠമാലയാണെങ്കിൽ തീർച്ചയായും കഴിയും 4 മണിക്ക് അവിടെ സാധകം തുടങ്ങി അധ്യാപകരെല്ലാം പിള്ളേരെ പഠിപ്പിക്കണം. ഇതെല്ലാം അവരെ നോക്കാനും ചെയ്യാനുള്ള പ്രാപ്തി നമുക്ക് ഉണ്ടാകണം. അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുതിയ വനിതാ മാനേജർക്ക് ആ കാര്യത്തിൽ വളരെ ഉയർന്ന സ്ഥാനത്തിൽ എത്താൻ പറ്റും. അതിന് കൃത്യമായ ഉപദേശം തരാൻ യാതൊരു കളങ്കമില്ലാത്തൊരു വ്യക്തി എനിക്കറിയാം, ഗിരിജന്മാരാ. അദ്ദേഹത്തിനെ കൂടി അസിസ്റ്റൻ്റായി വെച്ചുകൊണ്ട് ഈ കലാപീഠത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഒരു സഹായം കൂടി നേടിക്കൊണ്ട് ഈ കലാപീഠം വളരെ ഭംഗിയായി മുന്നോട്ട് പോകണമെന്ന് എന്ന് ഞാൻ ആശംസിക്കുന്നു. ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാർക്കും പെൻഷൻകാർക്കും ഒറ്റ വാക്കിൽ നിർത്തുന്നു.